ഹലോ, ഇന്ന് നമ്മൾ നല്ലൊരു പരിപ്പ് രസമാക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ചിട്ട് ഒരു 2 to 3 വിസിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇടിച്ചെടുക്കേണ്ട കുറച്ച് മസാലകളുണ്ട്. അതിലേക്ക് ഞാൻ കുരുമുളക് മുഴുവനോടെ ഉള്ളത് ഒരു വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുഴുവനോടില്ല തൊലിയോടില്ല വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഇടിച്ചെടുത്തിട്ട് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചതച്ച സാധനങ്ങളൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പരിപ്പ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയില്ല താളിപ്പ് റെഡിയാക്കുക. അപ്പോൾ ഒരു കട്ടി ചീനച്ചട്ടി എടുത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നന്നായിട്ട് കായ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 1/4 മുതൽ കുറച്ചധികമായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല മൂത്ത മണം വരും കേട്ടോ. അതിലേക്ക് നമ്മൾ ഇപ്പോൾ വേവിച്ച് വെച്ച പരിപ്പും തക്കാളിയും ഉള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രസം റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതൊരു തിള വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ചൂട് രസം റെഡിയാണ്. ചോറിൻ്റെ ഒന്നിച്ച് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. താങ്ക്